ഹലോ ഗൈസ്, ഇതെന്താ സംഭവം എന്ന് മനസ്സിലായ? ഇതാണ് നമ്മുടെ ജാതിക്ക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം ജാതിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അരിഞ്ഞ് അച്ചാറിടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അച്ചാറിട്ടാലും ഉപ്പിലിട്ടാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ജാതിക്ക അച്ചാറിടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം നിറച്ച് നമുക്ക് ജാതിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴത്തുനിന്ന് പറക്കിയെടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് മണ്ണുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കഴുകിയെടുത്തതിന് ശേഷമാണ് നമുക്ക് അരിഞ്ഞ് അച്ചാറിടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അങ്ങനെ 3-4 പ്രാവശ്യം നമ്മൾ ജാതിക്ക നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ദേ അരിയാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നന്നായി നൈസായിട്ട് ചെറുതാക്കി കുനുകുനാന്ന് അരിയണം കേട്ടോ. അങ്ങനെ ദേ അച്ചാറിടാനുള്ള ജാതിക്കൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു കേട്ടോ. കാരണം അതേപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണമല്ലോ. കുറച്ചധികം ഉണ്ടായിരുന്നല്ലോ നമുക്ക് ജാതിക്ക. അപ്പോൾ നമ്മളതൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കൂടാതെ വേറൊരു പാത്രത്തിൽ നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഏതൊക്കെയാണ് നോക്കാം. അങ്ങനെ ദേ ഉലുവയും കായും കടുകും കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. അപ്പോൾ അത്ര പൊടികളാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഉരുളിയിലാണ് അച്ചാർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ദേ 1 കിലോ വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനൊപ്പം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊപ്പം തന്നെ നമ്മൾ ക്രഷ് ചെയ്യാണ്ട് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ക്രഷ് ചെയ്തിടുമ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ജാതിക്കയിൽ പിടിച്ച് കിട്ടും കേട്ടോ. ആ ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതേ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ.
ഇനി നമുക്ക് അച്ചാറിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മളുടെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള ജാതിക്ക മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കായും കടുകിൻ്റെ മിക്സും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാതിക്ക അച്ചാർ ഇവിടെ റെഡിയാകും കേട്ടോ. അങ്ങനെ നമ്മളുടെ സിമ്പിൾ റെസിപ്പി ആയിട്ടുള്ള ജാതിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ജാതിക്ക അച്ചാർ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.